ഹലോ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. IT ക്വിസ് മത്സരത്തിൻ്റെ രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. IT ക്വിസ് മത്സരത്തിന് കൃത്യമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കമ്പ്യൂട്ടറിൽ കണക്ക് കൂട്ടലുകൾ നടത്തുന്ന ഭാഗം ഏത്? കണക്ക് കൂട്ടലുകൾ നടത്തുന്ന ഭാഗമാണ് ALU എന്നാണ് പറയുക. അതിന് പറയുന്ന പേര് ALU, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. ALUയുടെ പൂർണ്ണ രൂപം എന്താണ്? ALUയുടെ പൂർണ്ണരൂപം നമ്മൾ നേരത്തെ നോക്കി. എന്താണ് അത്? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാതെ വീണ്ടും പ്രവർത്തിപ്പിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്ത്? ഉത്തരം റീസ്റ്റാർട്ടിങ് അല്ലേ, നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾക്ക് ആ ഒരു ഓപ്ഷനിൽ സസ്പെൻഡ്, സ്ലീപ്പ്, ലോഗ് ഔട്ട്, ഷട്ട് ഡൗൺ, റീസ്റ്റാർട്ട് എന്നിവകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓഫ് ആവാതെ വീണ്ടും എന്ത് ചെയ്യുക? പ്രവർത്തിപ്പിക്കുന്നതിന് പറഞ്ഞ പേര് റീസ്റ്റാർട്ട്. വെബ്സൈറ്റുകളുടെ വിലാസം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം URL. വെബ്സൈറ്റുകളുടെ വിലാസം URL ആണ് അറിയപ്പെടുക. ആ URLന്റെ പൂർണ്ണ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. റെഡി. ഇന്റർനെറ്റിൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന സേവനം ഏത്? നമ്മൾ നേരത്തെ മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെട്ടതാണ്. അത് വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ WWW എന്ന് പറയും. നമ്മളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് www. എന്നുള്ള രീതിയിലാണ് സെർച്ച് ചെയ്യാറുള്ളത് അല്ലേ. ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ലാനിന്റെ പൂർണ്ണ രൂപം. ലാൻ ഉണ്ട്, അതേപോലെ വാൻ ഉണ്ട്. ലാന് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് എങ്കിൽ വാന് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഓർത്ത് വെക്കാട്ടോ, ലാന് വാന്. ഇനി MAN, മാനിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. നമുക്ക് അത് അധികം ഒന്നും ഓർത്ത് വെക്കാനില്ല. ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് അധികമായിട്ട് നമുക്ക് വരുന്നത്. റെഡി. ഇനി ഒരു വെബ് പേജ് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഭാഷ ഏത്? എന്താണ്? അതെ, അത് HTML ആണ്. HTML. എന്താണ് HTML? ആ HTML പൂർണ്ണ രൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇന്റർനെറ്റിലൂടെ ഫയൽ കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏത്? അത് FTP ആണ്. FTP നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. FTPയുടെ പൂർണ്ണ രൂപം കൊടുത്തിട്ടുണ്ട്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, FTP. റെഡി. അടുത്ത ചോദ്യം: കമ്പ്യൂട്ടറിലെ താൽക്കാലിക മെമ്മറി ഏതാണ്? സ്മൃതിയല്ല, മെമ്മറിയാണ്. മെമ്മറി RAM ആണ്. RAM എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി അല്ലെ. റാൻഡം ആക്സസ് മെമ്മറി. ROM ഉണ്ട്, അത് റീഡ് ഓൺലി മെമ്മറി. അടുത്തത്: മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ച വ്യക്തി ആരാണ്? മൈക്രോസോഫ്റ്റ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ബിൽ ഗേറ്റ്സുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആൾ തന്നെയാണ് അല്ലെ, ബിൽ ഗേറ്റ്സ്. വിൻഡോസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ഏത് കമ്പനിയാണ്? നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വിൻഡോസ്, സ്കൂളിലൊക്കെ നമുക്ക് ഉബണ്ടു ആണ് എങ്കിൽ പോലും വിൻഡോസ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് മൈക്രോസോഫ്റ്റ്. ഇനി ലിനക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ലിനക്സ്, ഉബണ്ടു. ലിനക്സ് ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ്? ഉത്തരം അത് OS ആണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിലെ ഫോൾഡറിന്റെ മറ്റൊരു പേര് എന്താണ്? കമ്പ്യൂട്ടറിലെ നമ്മൾ ഫോൾഡർ എന്ന് വിളിക്കാറുണ്ടല്ലേ, ഓരോ ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാറില്ലേ. അതിന്റെ മറ്റൊരു പേരാണ് ഡയറക്ടറി. ഇത് ഒരു വെബ്സൈറ്റിലെ ആദ്യ പേജിനെ പറയുന്ന പേരെന്താണ്? ഉത്തരം ഹോം പേജ്. ഹോം പേജ് ആണ് ആ ഒരു ഫസ്റ്റത്തെ പേജിനെ പറയുന്ന പേര്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ സമാഹാരത്തെ എന്താണ് വിളിക്കുന്നത്? കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ സമാഹാരം, ഒരു കൂട്ടം അല്ലെ, അതിന് പറഞ്ഞ പേര് സോഫ്റ്റ്വെയർ എന്നാണ്. സോഫ്റ്റ്വെയർ. റെഡി. അടുത്ത ചോദ്യം: കമ്പ്യൂട്ടറിന്റെ ഭൗതിക ഭാഗങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഭൗതിക നമ്മൾ കാണുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതിനൊക്കെ പറഞ്ഞ പേരാണ് ഹാർഡ്വെയർ. കാണാൻ പറ്റാത്തതാണ് എന്ത്? അതിന് പറഞ്ഞ പേരാണ് സോഫ്റ്റ്വെയർ. റെഡി അല്ലേ? ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ. ഇനി കമ്പ്യൂട്ടർ ഭാഷകളിൽ C വികസിപ്പിച്ചത് ആരാണ്? C. ഉത്തരം ഡെന്നിസ് റിച്ചിയാണ്. ജാവ വികസിപ്പിച്ചത് ആരാണ്? C നിങ്ങൾക്ക് അറിയോ? C++ ഒക്കെ ഉണ്ടല്ലോ. C അല്ല കേട്ടോ, C++ ഒക്കെ ഉണ്ടല്ലോ. അത് ജാവ വികസിപ്പിച്ചെടുത്ത് ജെയിംസ് ഗോസ്ലിംഗ്. ഓർത്തു വയ്ക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത്? ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഫേസ്ബുക്ക് ആണ് കേട്ടോ. റെഡി.
ഇനി ഈ ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ ഉത്തരം മാർക്ക് സക്കർബർഗ്. ഓക്കെ, സുക്കർബർഗ് എന്നൊക്കെ പറയും, മാർക്ക് സക്കർബർഗ്. ദെൻ കമ്പ്യൂട്ടർ വൈറസുകളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? ഉത്തരം ആന്റി വൈറസ്. റെഡിയാണല്ലോ? എന്താണ് ആന്റി വൈറസ്? ഇനി ഒരു ഡോക്യുമെന്റ് അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം പ്രിന്റർ എന്നാണ്. പ്രിന്ററാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? പ്രിന്റ് ചെയ്യാനൊക്കെ അച്ചടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, സ്കാനർ ഏത് വിഭാഗത്തിൽപ്പെട്ട ഉപകരണമാണ്? സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ? നമ്മളൊരു കാര്യം ഉള്ളിലോട്ട് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഉപകരണമാണ്. ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ. എന്നാൽ മോണിറ്ററോ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ഡിവൈസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇനി സ്പീക്കർ, നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ചിന്തിച്ചാൽ മതി. എന്താണ്? അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. റെഡി? കമ്പ്യൂട്ടറിലെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? ഉത്തരം ഇമേജ് എഡിറ്റർ. എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇമേജ് എഡിറ്റർ ആണ്. പൊതുവായിട്ടോ, പേരുകൾ പലതും ഉണ്ട്. ഉത്തരം ഇമേജ് എഡിറ്റർ. ദെൻ MS വേർഡ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് ടൈപ്പ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ഇനി MS എക്സലോ, മൈക്രോസോഫ്റ്റിന്റെ എക്സൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഒരു സ്പ്രെഡ്ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്പ്രെഡ്ഷീറ്റ്. MS പവർ പോയിന്റ് ഏതിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം പ്രസന്റേഷൻ തയ്യാറാക്കാൻ. റെഡിയല്ലേ? എന്താണ്? പ്രസന്റേഷൻ തയ്യാറാക്കാൻ. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അടുത്തത് www കൊണ്ട് തുടങ്ങുന്ന വിലാസം എന്താണ്? അതൊരു വെബ്സൈറ്റിന്റെ അഡ്രസ്സാണ്. www. അല്ലേ? ഓക്കെ, വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. വെബ്സൈറ്റിന്റെ അഡ്രസ്സാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി പദ്ധതി ഏതാണ്? നമുക്കൊക്കെ അറിയുന്നതാണ് ആധാർ. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി പദ്ധതി. ആധാർ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം? ഉത്തരം UIDAI. ഇ കൊമേഴ്സ് എന്നത് എന്താണ്? ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് അല്ലെ, ഓൺലൈൻ വ്യാപാരത്തെയാണ് വിളിക്കുന്നത്. ദെൻ ഓൺലൈൻ പഠനത്തെ വിളിക്കുന്ന പേര് ലേണിംഗ്. കമ്പ്യൂട്ടറിൽ സമയം, തീയതി എന്നിവ കാണിക്കുന്ന ഭാഗം? ഉത്തരം ടാസ്ക് ബാർ. ടാസ്ക് ബാറിലാണ് എന്ത് ചെയ്യുക? ടൈം, ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ കാണിക്കുക താഴത്തല്ലേ? യെസ്. ഇനി കമ്പ്യൂട്ടർ ഗെയിമുകൾ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന പ്രധാന ഉപകരണം എന്താണ്? ഉത്തരം ഗ്രാഫിക്സ് കാർഡ് അല്ലേ? നമുക്കറിയാം ഗ്രാഫിക്സ് കാർഡ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ? അത് കമ്പ്യൂട്ടർ ഗെയിമുകൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ്. ദെൻ ഗൂഗിൾ മാപ്സ് ഏത് തരത്തിലുള്ള സേവനമാണ്? അത് മാപ്പിംഗ് സർവീസ് എന്നാണ് പറയാം. മാപ്പിംഗ് സർവീസ്. ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരയാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തെ പറയുന്ന പേര്? ഉത്തരം സെർച്ച് എഞ്ചിൻ. ദെൻ ജിമെയിൽ ഏത് സേവനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഇമെയിൽ ആണ്. ഓക്കെ, ഇമെയിൽ സേവനമാണ് ജിമെയിൽ എന്ന് പറയാം. ഒരു വെബ്സൈറ്റ് സംഭരിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ? ഓക്കെ, ഉത്തരം സെർവർ. ദെൻ സെർവറിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുന്ന കമ്പ്യൂട്ടർ ഏതാണ്? അതിന്റെ ഉത്തരം ക്ലയന്റ് എന്നാണ്, ആ ഒരു ഭാഗം. QR കോഡ് സ്കാൻ ചെയ്യാൻ സാധാരണ ഉപയോഗിക്കുന്നത് എന്താണ്? ഉത്തരം സ്മാർട്ട് ഫോൺ ക്യാമറ. കമ്പ്യൂട്ടറിലെ സുരക്ഷിത പകർപ്പ് സൂക്ഷിക്കുന്ന പ്രക്രിയ? ഉത്തരം ബാക്കപ്പ്. അതായത് ഒരേ സാധനം തന്നെ എന്തെങ്കിലും ചെയ്യുക, അത് അതേപോലെ സ്റ്റോർ ചെയ്യുക. ഇന്ത്യയുടെ ദേശീയ പേയ്മെന്റ് സംവിധാനം വികസിപ്പിച്ച സംസ്ഥാനം? ഉത്തരം സ്ഥാപനമാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. റെഡി? ചെറിയൊരു തെറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം ഇന്ത്യ. നമ്മുടെ രാജ്യമാണ് ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ആ ഒരു പദ്ധതി ആരംഭിച്ചത്. റെഡി? നോക്കാം, ഇനി ബോണസ് ചോദ്യങ്ങളാണ്. ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാലോ. അത് എവിടെ? കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം. ഓക്കെ, ഒന്ന്, ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ് ഏത്? ഓക്കെ, കമന്റ് ബോക്സിൽ അതിന്റെ ഉത്തരമിടുക. AI ഉപയോഗിക്കുന്ന ഒരു ജനപ്രിയ ചാറ്റ് ബോട്ട് ഏതാണ്? കേരള സർക്കാരിന്റെ IT പാർക്ക് ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ടെക്നോ പാർക്ക്. കേരളത്തിലെ ആദ്യ IT പാർക്ക് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ഉത്തരം ടെക്നോ പാർക്ക്. റെഡി? അപ്പോൾ 2 ചോദ്യങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.